നമ്മൾ K16 കംപ്ലീറ്റ് ആയി ചെയ്തിരിക്കുകയാണ്. ഇതാ കേവിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അതിനാനും റമീസോ കേവിൻ്റെ ഉള്ളിൽ അട കുത്തിയിരുന്നുണ്ട് എടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു പാലൊക്കെ ഉണ്ട്. ഒരു പാലത്തിന് മേലെ കൂടെ ഒക്കെ നടക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വെള്ളച്ചാട്ടം ഉണ്ട് സൈഡില്. വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ. എല്ലാവരും മുമ്പില് ടീമൊക്കെ പോയിക്കണ്. കേവ് 17 മുതൽ 36 വരെ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കണത്. പോയി നോക്കട്ടെ. ചിലപ്പോ ഇന്ന് പിന്നെ ഞങ്ങള് മുംബൈക്ക് ഇന്ന് തിരിക്കുന്നതാണ് ചിലപ്പോ. സാഹചര്യങ്ങൾ ഇവിടെ മൊത്തം ചാമ്പൽ ടീമാണ്. സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് സാഹചര്യം കുറെ പറയാനുണ്ട്. അത് ലൈവ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഭയങ്കര വെയിറ്റ് ഫോർ ദ ലൈവ് സ്ട്രീം. സൂപ്പർ. പിന്നെ എന്താ പറയാന്ന്, മരങ്ങൾ കണ്ടു ഇവിടെ. മരവും വയ്യൊക്കെ സൂപ്പറാണ്. പിന്നെ വ്യൂ ഉണ്ട്. ആറാൾക്കാണ് വ്യൂ. 17 അപ്പുറത്തെ കേവിന് വേറെ പേര്, ഇപ്പുറത്തെ കേവിന് വേറെ പേര്. കേവ് നമ്പർ 17. ഫോട്ടോ എടുക്കണം. അപ്പോൾ കേവ് നമ്പർ 17 ഇതാണ് സംഭവം. ഇവിടെ കൊത്തുപണികളൊക്കെ സീനാണ്. റേഡിയേഷൻ ഉണ്ട് അല്ലേ? ഇവിടെ പോയാൽ നമ്മളെ ഇവിടെ എന്തോ ന്യൂക്ലിയർ സംഭവം ഉണ്ടെന്നാണ് റംസ് പറഞ്ഞത്. പിന്നെയും നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും ഇതാ കേവ് നമ്പർ 23 കയറണോ? ഇവിടെയും കാര്യമായിട്ടൊന്നും ഇല്ല. എന്തൊക്കെയോ ഒരു സ്റ്റെപ്പ് ഉണ്ട് മേലേക്ക്. എല്ലോറ വരെ വന്നിട്ടൊന്നും കൈവീശി പോകേണ്ട വിധത്തിൽ അതിനാതാ ഒരു കല്ലൊക്കെ തീപ്പായിക്കണ്. ഇവിടുത്തെ റപ്ഷൻ സംഭവിച്ച കല്ലത്. അതായത് 10,000 കൊല്ലം മുന്നേ. 10,000 കൊല്ലം മുമ്പേ. ഇത്ര കൊല്ലാണെങ്കിൽ അതിലേറെ കൊല്ലം മുന്നേ ഇതാക്കിയ കല്ലാണ്. ഇത് ഞാൻ എടുക്കുന്നത് ഹോസ്റ്റലിൽ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, സ്പെഷ്യൽ കല്ലുണ്ട്. സ്പെഷ്യൽ കല്ല്. ഇതെന്താ പെയിന്റ് അടിച്ചല്ല? പെയിന്റ് അടിച്ചല്ല, ചുണ്ണാമ്പ് തരല്ലേ? ഗോവയിലേക്കുള്ള കളക്ഷൻസിന്റെ എണ്ണം കൂടി. എന്താണ് നിങ്ങൾക്ക് ചെറിയ ഓട്ടങ്ങളോട് എത്ര പ്രിയം? അവിടെ തപ്പി പോകണുണ്ട് ഈ ഷാപ്പ്. ഒരു ഭാഗത്തുനിന്ന് ഗുഹ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇഷാമ് തുറന്ന തുളയാണ് അത് കാണുന്നത്. അത് അവിടുന്ന് ഇഷാം ഇട്ട തുളയാണ്. ഇത് ഇഷാമിന്റെ തുളനേക്കാളും വലുതായിപ്പോയി. ഇഷാം തുറന്ന നമ്മള് ഫോളോ ചെയ്തില്ലല്ലോ. ഷാനുനിയാൽ അതിനാനെ ഫോളോ ചെയ്തില്ല. അതിനാണ് സങ്കടമുണ്ട്. റമീസിനെ മാത്രം ഫോളോ ചെയ്തു ഷാനുനിയാൽ, വേറെ ആരും ഫോളോ ചെയ്തില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതൊരു 1.5 ഐറ്റമാണ്.
ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് കിടിലൻ സാധനം. പോയി ഇവിടുന്ന് കല്ലൊക്കെ പറിക്കും. പച്ചപ്പള്ളി കല്ലൊക്കെ ഇതൊരു 1.5 വ്യൂ ആയി. ആ ഇവിടെ പിന്നെ ഗുഹ പൊളിക്കാൻ പിന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ സ്പീക്കറാണ് വരെ മെയിൻ. ഡയമണ്ട്. ഇതിനുള്ളിലൊക്കെ ഡാമേജ് അവിടെ പൊളിച്ചിട്ടുണ്ട്. ശരി പറ്റാതെ മാക്സിമം പെറുക്കുണ്ട്. പെറുക്കുക. സുഹൃത്തുക്കളെ, ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതാണ് ഗോൾഡ്, മനസ്സിലായോ? ഇതാണ് ഗോൾഡ് സ്റ്റോൺ. ഇനി ഇവിടെ പലതരം സ്റ്റോണുകളുണ്ട്. ഇവിടെ പറയാന്ന് വെച്ചാൽ കുറേ നല്ല നല്ല സ്റ്റോണുകളുണ്ട്. ഇതാണ് വൈറ്റ് സ്റ്റോൺ. കണ്ടാ ചെറിയ ചെറിയ ഇതാണ് ചെറിയ ചെറിയ വൈറ്റ് സ്റ്റോണുകളാണ്. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് വാട്ടർഫാൾസ്. ഇതാണ് വാട്ടർഫാൾസ്. ഇതാ വേറൊരു ചങ്ങ കാണിച്ചു തരാം. കണ്ടാ ഇത് നമ്മളെ ചങ്ക്. നമ്മൾ പോകുന്നത് ഇപ്പം ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വാട്ടർഫോൾസിലേക്കാണ്. ആ വാട്ടർഫോൾസ് എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഹൈറ്റാണ് ഇതിന്. അത്രയും ഭയങ്കര ഹൈറ്റുള്ള ഒരു വാട്ടർഫാൾസാണ്. ഭയങ്കര ഇവിടെ തന്നെ മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾസാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇന്നലെ മാത്തറാൻ പോയിരുന്നു. മാത്തറാനിനെക്കാട്ടിയും വലിയ വാട്ടർഫാൾസ് ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഹൈറ്റ് വീഡിയോയിൽ മനസ്സിലാവുമെന്നറിയില്ല. ഇതാ വീഡിയോയിൽ മനസ്സിലാവില്ല. ഞാൻ ഷോർട്ട് മാറ്റി പാർട്ടാണ്. ഇവിടെ കേവാണ്. വാട്ടർ ടാങ്ക് എൻ്റെ മോൻ. അങ്ങനെ ചാമ്പിലാണ് അവിടെ വേറെ ഡീലർഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാവില്ല അങ്ങനെ ഇതാക്കാത്. ഹലോ ഗായ്സ്, നമ്മള് മഹാരാഷ്ട്ര
ബായ് അമ്മക്ക് വേണ്ടിട്ടുന്ന പാട്ടാണിത്. അതാണ് നമ്മളെ ബായ്. മൊബൈലിൽ കുറച്ച് പോലെ ഒന്നും നോക്കിയില്ല, ഒരൊറ്റ മൈൻഡില് ആഗ്ര കയറി. അതാണ് പെട്ടെന്നുണ്ടായ ഒരു ഒറ്റ മൈൻഡിൽ കയറുക അല്ലേ. ഫണ്ട് ഷോർട്ടേജ് നമ്മളങ്ങനെ താജ്മഹൽ കണ്ടോണ്ടിരിക്കുകയാണ്. താജ്മഹൽ എന്തെന്ന് ബോർഡ് പള്ളിയാണ് തോന്നുന്നത്. പള്ളി നമ്മുടെ ടീം സെൻ്റർ.